Hi guys, my name is Prinz. And once again, welcome back to Active Prinz Vlogz. Welcome in ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ റെഗുലർ ആയിട്ടൊന്നും വീഡിയോ ഇടുന്നില്ല, കാരണം എനിക്ക് +1 ഓൺലൈൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ എനിക്ക് അല്ലാതെ ട്യൂഷനും ഉണ്ട്. രാവിലെ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഉച്ച 1 മണി 1:30 വിക്ടേഴ്സ് ചാനലുള്ള യൂട്യൂബിലുള്ള ഓൺലൈൻ ക്ലാസ് കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് വേറൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇപ്പൊ ഫുള്ള് മെസ്സാണ്. ഒരാഴ്ച തിങ്കൾ മുതൽ വെള്ളി വരെ എനിക്ക് ഫ്രീ ആവുകയില്ല. സോ ഇടയ്ക്ക് ഇങ്ങനത്തെ ഫ്രീ ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ ഇനി വീഡിയോ ചെയ്യുക, പ്രത്യേകിച്ച് ശനിയാഴ്ച ഞായറാഴ്ചയും. ഇന്ന് പിന്നെ അത്രയും നിർബന്ധമല്ല, കമ്പൽസറി ആയതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. ഇന്നിട്ടില്ലെങ്കിൽ പിന്നെ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. ശനിയാഴ്ച ഒക്കെ ആയിട്ട് ഒരു വീഡിയോ എന്തായാലും ഇടാൻ ശ്രമിക്കുന്നതാണ്. പറ്റുമെങ്കിൽ തീർച്ചയായും ഇടുന്നതാണ്. സോ നമുക്ക് വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ഇന്നായിരുന്നു നമ്മളെ ഇന്ത്യൻ കമ്പനിയായ മൈക്രോമാക്സ് അവരുടെ പുതിയ ഇൻ സീരീസിലേക്കുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് 12 മണിക്കായിരുന്നു അതിന്റെ ലോഞ്ച് ഉണ്ടായിരുന്നത്. സോ ആ ഫോണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ എന്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കുക. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിയിലുള്ള ലൈക്ക് ബട്ടൺ നിൽക്കി ലൈക്ക് അടിക്കുക, ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കേൾക്കാം. സോ മൈക്രോമാക്സ് ഇന്ന് 12 മണിക്ക് ലൈവ് ഉണ്ടായിരുന്നു. മൈക്രോമാക്സ് ലോഞ്ച്. ആ ലോഞ്ചിൽ അവരുടെ മൈക്രോമാക്സ് ഇൻ സീരീസിലേക്കുള്ള 2 സ്മാർട്ട് ഫോൺസ് ആണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് മൈക്രോമാക്സ് ഇൻ നോട്ട് 1ഉം മൈക്രോമാക്സ് ഇൻ 1Bയും. ഈ 2 സ്മാർട്ട് ഫോൺസ് ആണ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സോ ആദ്യമായിട്ട് ഈ 2 സ്മാർട്ട് ഫോണുകളിലും എന്തൊക്കെ കാര്യങ്ങൾ ഒരേപോലെ സെയിം ആയിട്ടിരിക്കുന്ന ആദ്യം ഞാൻ പറഞ്ഞു തരാം. സോ ഈ 2 സ്മാർട്ട് ഫോണിന് പോളികാർബണേറ്റ് ബിൽഡാണ് വരുന്നത്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടത്. സോ അതേപോലെ തന്നെ ബാക്ക് സൈഡ് പോളികാർബണേറ്റ് ആണ്, ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. അതേപോലെ തന്നെ 2 ഫോണുകളിൽ പ്യൂർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവരുടേതായിട്ടുള്ള ഒരു യുഐയും അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരിക്കുക. പ്യൂർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോ ആഡ്സ്, നോ ബ്ലോഡ് വെയർസ്, അങ്ങനത്തെ ആഡ്സും ബ്ലോഡ് വെയർസ് പരസ്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണേണ്ടി വരില്ല. പ്യൂർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ 2 ഫോണുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ 2 ഫോണുകൾക്കും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ടൈപ്പ് C പോർട്ട് ആയിരിക്കും ഈ 2 ഫോണുകൾക്ക് ഉണ്ടായിരിക്കുക. ഇത്രയുമാണ് ഇവര് സെയിം ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്. ഇനി എന്തൊക്കെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതൊക്കെ നോക്കാം. ആദ്യം നമുക്ക് മൈക്രോമാക്സ് ഇൻ നോട്ട് 1ന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. സോ മൈക്രോമാക്സ് ഇൻ നോട്ട് 1ൽ അതിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ 6.7 ഇഞ്ചസിന്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. റിഫ്രഷ് റേറ്റ് 60 Hz തന്നെയാണ്. പക്ഷെ ഫുൾ HD+ വരുമ്പോൾ സംശയമാണ്. HD+ ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഫുൾ HD+ തന്നെ അവർ നൽകിയിട്ടുണ്ട്. അത് നല്ല കാര്യം. ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞ എക്സ് ഒരു പോലത്തെ ഡിസൈൻ ആണ്. പ്രത്യേകിച്ച് ഗ്രീൻ കളർ നോക്കിയാൽ എക്സ് ടൈപ്പ് ഒരു ഡിസൈൻ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വൈറ്റ് കളർ വേറെ വേരിയന്റ് ഉണ്ട്. അതിൽ സാധാരണ ക്ലാസി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രൊസസറിന്റെ ഭാഗത്ത് നോക്കിയാൽ മീഡിയടെക് ഹീറോ G85 എന്ന അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റുന്ന പ്രൊസസറാണ് ഇവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ അത് നല്ല കാര്യം. ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കിയാൽ അത് നല്ല കേപ്പബിൾ ആയ പ്രൊസസറാണ്. അടുത്തതിന്റെ ക്യാമറ നോക്കിയാൽ 48 മെഗാപിക്സൽ അടങ്ങുന്ന ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് അവർ നൽകിയിരിക്കുന്നത്. 48 മെഗാപിക്സൽ മെയിൻ സെൻസർ, 5 മെഗാപിക്സൽ അൾട്രാവൈഡും 2 മെഗാപിക്സൽ മാക്രോയും 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും. ഫ്രണ്ട് ക്യാമറ 16 മെഗാപിക്സലിന്റെ ഒരു പഞ്ച് ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ബാറ്ററി നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ്. ഒപ്പം തന്നെ 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ഇൻ ദി ബോക്സ് അവർ നൽകുന്നതാണ്. അതേപോലെ തന്നെ ഈ ഫോണിന് റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇത്രയുമാണ് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ്. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ 2 ഫോണുകളുടെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. സോ അടുത്ത നമുക്ക് മൈക്രോമാക്സ് ഇൻ 1Bന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ 6.52 ഇഞ്ചസിന്റെ HD+ ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്, അല്ലെങ്കിൽ മിനി ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഫോണിന്റെ ഡിസൈൻ നോക്കിയാൽ ഗ്രേഡിയന്റ് ടൈപ്പുള്ള മാറ്റ് ഫിനിഷോടെയാണ് ഇത് ഈ ഫോൺ വരുന്നത്. അടുത്തതിന്റെ പ്രൊസസർ നോക്കിയാൽ മീഡിയടെക് ഹീറോ G35 എന്ന പ്രൊസസറുമായിട്ടാണ് വരുന്നത്. സോ ആ പ്രൈസിൽ ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കിയാൽ അതൊരു കേപ്പബിൾ ആയ അല്ലെങ്കിൽ നല്ലൊരു പ്രൊസസർ തന്നെയാണ് ആ പ്രൈസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ക്യാമറ നോക്കിയാൽ 30 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 30 മെഗാപിക്സൽ മെയിൻ സെൻസർ, 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ, 8 മെഗാപിക്സലിന്റെ സെൽഫി ഷൂട്ടർ ആണ് അവർ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു മിനി ഡ്രോപ്പ് ഡിസ്പ്ലേ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പ് ആയിട്ടാണ് അവർ അതിന്റെ ക്യാമറ നൽകിയിരിക്കുന്നത്.
ഇതിൽ 5000 mAh ബാറ്ററി ഒക്കെ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ 10 wattsന്റെ ചാർജർ ഇൻ ദി ബോക്സ് അവർ നൽകുന്നതാണ്. മൈക്രോമാക്സ് ഇൻ നോട്ട് 1ലുള്ള പോലെ തന്നെ ഇതിലും റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഫീച്ചർ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഈ ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ഈ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് എന്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ പ്രൈസ് ആദ്യം പറയാം. സോ ഈ പ്രൈസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഈ സ്പെസിഫിക്കേഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആലോചിച്ചെടുക്കാൻ സാധിക്കും എങ്ങനെയാണെന്നൊക്കെ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഈ ഫോണുകളുടെ എന്റെ ഒരു ഇംപ്രഷൻ ഞാൻ പറയാം. സോ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ എന്റെ പ്രൈസ് നമുക്ക് ആദ്യമായി മൈക്രോമാക്സ് ഇൻ നോട്ട് 1ന്റെ പ്രൈസ് നോക്കാം. ഈ ഫോൺ 2 വേരിയന്റുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 4GB 64GB 4GB 128GB. അതിൽ 4GB 64GBക്ക് അവർ ഇതിന് പ്രൈസ് ചെയ്തിരിക്കുന്നത് വെറും 10,999 ആണ്. എന്ന് വെച്ചാൽ 11,000 rupeesനാണ് ഇവർ 4GB 64GB എന്ന വേരിയന്റ് അവർ ഇറക്കിയിട്ടുള്ളത്. അതേപോലെ മറ്റൊരു വേരിയന്റ് കൂടെ ഉണ്ട്, അതായത് 4GB 128GB. ഇതിന് വെറും 12,499 എന്ന പ്രൈസിംഗിനാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്, അതായത് 12,500 rupeesന്. അടുത്ത നമുക്ക് മൈക്രോമാക്സ് ഇൻ 1Bന്റെ പ്രൈസിംഗ് നോക്കിയാൽ 2 വേരിയന്റിനാണ് ഇതും ലഭ്യമാവുക. അതിൽ 2GB 32GBക്ക് 6,999 എന്ന പ്രൈസിംഗ് ആണ്. എന്ന് വെച്ചാൽ 7,000 rupeesനാണ് ഈ 2GB 32GBക്ക് ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത്. അടുത്ത വേരിയന്റ് നോക്കിയാൽ 4GB 64GB ആണ്. അതിൽ ഇവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് 7,999 ആണ്, അതായത് 8,000 rupeesനാണ്. സോ കണ്ടില്ലേ, ഇതാണ് ഈ 2 ഫോണുകളുടെ പ്രൈസ് എന്ന് പറയുന്നത്. മൈക്രോമാക്സ് ഇൻ നോട്ട് 1ന്റെ പ്രൈസ് ടു സ്പെസിഫിക്കേഷൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ആ പ്രൈസിന് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, G85 എന്ന പ്രോസസർ, അതേപോലെ തന്നെ അത്യാവശ്യം ക്ലാസി ആയിട്ടുള്ള ഒരു ഡിസൈനും അങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് നൽകുന്നുണ്ട്. 18 watts ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെ 5000 mAh ബാറ്ററി, അതൊക്കെ നൽകുന്നതുകൊണ്ട് ഈ പ്രൈസിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ആകുന്ന ഫോൺ തന്നെയാണ് മൈക്രോമാക്സ് ഇറക്കിയിരിക്കുന്നത്. ഈ റിയൽമിക്കും ഷവോമിക്കും ഒക്കെ കോമ്പറ്റീറ്റീവ് ആകുന്ന ഒരു ഫോൺ തന്നെയാണ് ഇത്. സോ മൈക്രോമാക്സ് ഇൻ നോട്ട് 1ൽ ഞാൻ നല്ല ഇംപ്രസ്ഡ് ആണ്. സോ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഇത്ര കുറഞ്ഞിട്ടായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ 15,000 റേഞ്ചിലാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സോ 13,000ന്റെ ആ റേഞ്ചിലാണ് 12,500 rupeesനാണ് അവന്റെ അതിലെ ഹയർ വേരിയന്റ് വരെ പ്രൈസ് ചെയ്തിരിക്കുന്നത്. സോ നല്ല കാര്യം. പക്ഷെ ഇതിലൊരു കുറവായിട്ട് പറയാനുള്ളത് 6GB റാം അവർ നൽകിയിട്ടുള്ളതാണ്. 4GB ആണ് അതിന്റെ ഹയർ വേരിയന്റ് വരെ 4GB റാം ആണ്. സോ ഈ പ്രൈസ് റേഞ്ച് 6GB റാം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കട്ടക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഞാൻ മാറിയായിരുന്നു ഈ മൈക്രോമാക്സ് ഇൻ നോട്ട് 1. സോ അത് മാത്രമാണ് എനിക്ക് കുഴപ്പമായി തോന്നിയത്. അടുത്ത മൈക്രോമാക്സ് ഇൻ 1Bന്റെ കാര്യം നോക്കിയാൽ പ്രൈസ് ടു സ്പെസിഫിക്കേഷൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ആ പ്രൈസിന് വാല്യൂ ഫോർ മണി ആയ കുറെ സ്പെസിഫിക്കേഷൻസ്, G35, അതേപോലെ തന്നെ നല്ല ക്ലാസ് ആയിട്ടുള്ള ലുക്കും ഫിനിഷും, അതേപോലെ ക്യാമറ ഭാഗത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പ്രധാനമായിട്ട് പറയട്ടെ, ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സോ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഷവോമിക്കും റിയൽമിക്കും അല്ലെങ്കിൽ ഇൻഫിനിക്സിനൊക്കെ നല്ല കോമ്പറ്റീറ്റീവ് ആവുന്ന ഫോൺ തന്നെയാണ് ഈ മൈക്രോമാക്സിന്റെ ഈ ഫോണുകൾ. സോ എന്റെ അഭിപ്രായം ഇത്രയൊക്കെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിച്ചാൽ കൊള്ളായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കാം. സോ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇനി നിങ്ങൾ 15,000 റേഞ്ച് അല്ലെങ്കിൽ 10,000 റേഞ്ചിൽ നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും ഒന്ന് നോക്കുക. നിങ്ങൾ ചൈനീസ് ഫോൺ എടുക്കോ, ഇന്ത്യൻ ഫോൺ എടുക്കോ, ഈ മൈക്രോമാക്സിന്റെ ഈ നോട്ട് 1 അല്ലെങ്കിൽ മൈക്രോമാക്സ് ഇൻ നോട്ട് 1 ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് അതും നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക, ശ്രമിക്കുക. സോ എനിക്ക് ഈ 2 ഫോണുകൾ ആ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിയാൽ നല്ലൊരു ഓപ്ഷൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ വീഡിയോസുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ആൻഡ് ഓൾവേസ് ബി ആക്റ്റീവ്.